നമ്മളെല്ലാവരും ഒരുങ്ങാറുണ്ട്. പ്രത്യേകിച്ച് എവിടെയെങ്കിലും പോകുകയാണെങ്കിൽ പോകുന്ന സ്ഥലമനുസരിച്ചാണ് നമ്മുടെ ഒരുക്കവും. ഇതൊരു ഒരുക്കത്തിൻ്റെ സമയമാണ്. ഡിസംബർ മാസം 25-ാം തീയതി യേശുവിൻ്റെ ജന്മദിവസം. യേശുവിനെ കാണാനും സ്വീകരിക്കാനും നാം നന്നായി ഒരുങ്ങണം. മനസ്സും ശരീരവും ആത്മാവും ഒരുങ്ങണം. ഡിസംബർ പ്രത്യാശയുടെയും സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും മാസമാണ്. നിൻ്റെ ജീവിതത്തിലും അത്ഭുതങ്ങൾ നടക്കുന്ന മാസം. ഒരുങ്ങാം ക്രിസ്തു നിന്നിൽ ജനിക്കുന്ന ഈ ക്രിസ്തുമസിനായി. സ്വന്തം സഹോദരന്മാർ അവനെ ഒറ്റപ്പെടുത്തി, പൊട്ടക്കിണറ്റിലെറിഞ്ഞു, കൊല്ലാൻ നോക്കി. ഒടുവിൽ സഹോദരന്മാർ തന്നെ അവനെ വിറ്റു. എന്നാൽ ദൈവം അവനായി ഒരുക്കിയ സമയത്ത് അവനെ ഉയർത്തി. സഹോദരന്മാർ ജീവൻ നിലനിർത്താനായി അവൻ്റെ മുമ്പിൽ കൈനീട്ടി നിന്നു. പ്രതികാര ചിന്തയില്ലാതെ തൻ്റെ സഹനങ്ങളിൽ ദൈവഹിതം കണ്ട ജോസഫ് സഹോദരങ്ങളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. കഴിയുമോ സഹനങ്ങളെ ദൈവീക പദ്ധതിയായി സ്വീകരിക്കാൻ? എത്ര സന്തോഷത്തോടെയാണ് ഹെറോദേസ് ജ്ഞാനികളെ സ്വീകരിച്ചത്. സ്നേഹത്തിൻ്റെ മുഖം മൂടി അണിഞ്ഞ് സഹായിക്കാനെന്ന രീതിയിൽ അവനവരെ സ്വാധീനിക്കാൻ ശ്രമിച്ചു. ജീവിതത്തിൽ ഓർത്തു വയ്ക്കേണ്ട ഒരു വലിയ പാഠമുണ്ട്. സ്നേഹത്തോടെ നമ്മെ സ്വീകരിക്കുന്നവരെല്ലാം നമ്മെ അവരുടെ ഹൃദയത്തിൽ സ്വീകരിക്കണമെന്നില്ല. നമ്മൾ പോലും അറിയാതെ അവരുടെ ആവശ്യങ്ങൾക്കായി നമ്മെ ഉപയോഗിക്കുന്നതാകാം. നമ്മളത് സ്നേഹമായി തെറ്റിദ്ധരിക്കുന്നതാകാം. അതുകൊണ്ട് തന്നെ നമ്മുടെ ബന്ധങ്ങളെ ദൈവപരിപാലനയിൽ സമർപ്പിക്കണം. അപ്പോൾ മുഖം മൂടികൾ നമ്മുടെ മുമ്പിൽ അഴിഞ്ഞു വീഴും.